നമ്മുടെ നാട്ടില് ഒരു ചെറിയ ടൗണിൽ ഇരുന്നിട്ട് വേറൊരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ചിട്ട് മാസം 80,000 രൂപ നേടുന്ന 23 വയസ്സുള്ള ഒരു യുവാവിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. അവൻ വീട്ടിലിരുന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചെടുത്ത് വിദേശത്തെ ക്ലയന്റുകൾക്കായിട്ട് ഇൻസ്റ്റഗ്രാം ക്യാമ്പയിനുകൾ ചെയ്യുകയാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം നേടി ഒരു വലിയ IT നഗരത്തിൽ പ്രമുഖ FMCG കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു യുവാവ്. മാസം 1,00,000 രൂപ ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ 30,000-ഓളം രൂപ വാടകയും ബാക്കി തുക മറ്റ് ചെലവുകൾക്കായിട്ട് പോകുന്നതിനാൽ മാസം 20,000 രൂപ പോലും സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇനി ഇതൊന്നുമില്ലാതെ മറ്റൊരു മൂന്നാമത്തെ ആളിലോട്ടേക്ക് നമുക്ക് നോക്കാം. അവനൊരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. വീട്ടുകാര് അവനോട് ഒരു സാധാരണ ജോലിക്കായിട്ട് നിർബന്ധിച്ചെങ്കിലും അവൻ തയ്യാറായി. പകരം പ്രാദേശിക ബിസിനസ്സുകൾക്കായിട്ട് ഫേസ്ബുക്ക് പരസ്യ പാക്കേജുകൾ വിറ്റ് ഇന്ന് അവൻ മാസം 2,00,000 രൂപയിലധികം നേടുന്നു. ഈ 3 കഥകളും നമ്മുടെ മുന്നിലോട്ടേക്ക് വെക്കുന്നത് ഒരേ ഒരു സത്യമാണ്. നമ്മൾ ഇതുവരെ അറിഞ്ഞിരിക്കുന്ന പരമ്പരാഗത മാർക്കറ്റിംഗ് രീതികളെല്ലാം തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രം എന്താണ് എന്ന്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാന ഉത്തരം AI തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രമുഖ IT കമ്പനിയായ സെയിൽഫോഴ്സിന്റെ CEO മാർക്ക് ബെനിയോഫ് പുറത്തുവിട്ട ഒരു വാർത്ത ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയിരുന്നു. സെയിൽസ്ഫോഴ്സ് ഈ വർഷം പുതിയ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിനെ ആരെയും ജോലിക്ക് എടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പകരം അവരുടെ ക്യാമ്പയിനുകൾ ചെയ്യുന്നതും കോപ്പീസ് എഴുതുന്നതും അവ എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇതേ രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് പരസ്യ ഏജൻസിയായ WPP തങ്ങളുടെ ക്രിയേറ്റീവ് ടീമിലെ 40% ജീവനക്കാരെ ഒഴിവാക്കിയത്. പ്രമുഖ കൺസൾട്ടിംഗ് ഗ്രൂപ്പായ മെക്കൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വർഷം അവസാനത്തോടെ എൻട്രി ലെവൽ മാർക്കറ്റിംഗ് ജോലികൾ 73% കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വിചിത്രമായിട്ടുള്ള ലോകമാണല്ലേ. കാരണം ഒരു വശത്ത് ഒരു 19 വയസ്സുള്ള കണ്ടന്റ് ക്രിയേറ്റർ ഒരു വലിയ കമ്പനിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറിനേക്കാളും കൂടുതൽ പണം സമ്പാദിക്കുന്നു. ChatGPTയും മറ്റ് AI ടൂളുകളും കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഒരു ബിസിനസ് ബിരുദത്തിനേക്കാളും മൂല്യതയുള്ളതായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 60,000 കോടി രൂപയുടെ വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നമുക്ക് മുന്നിലുണ്ടെങ്കിലും കൃത്യമായിട്ട് സ്കില്ലുള്ള ആളുകളെ കമ്പനികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ നിങ്ങളൊന്ന് ചോദിച്ചേക്കാം, ഈ മേഖലയിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കും? ഇതിനായിട്ട് എത്രത്തോളം പണവും സമയവും നമ്മൾ നിക്ഷേപിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം. സത്യത്തില് ഇതിനായിട്ട് പ്രധാനമായും 3 വഴികളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി പൂർണ്ണമായും സ്വയം പഠിക്കുക എന്നുള്ളതാണ്. ഗൂഗിൾ ഡിജിറ്റൽ ഗാരേജ്, ഹബ്സ്പോട്ട് അക്കാദമി, ഫേസ്ബുക്ക് ബ്ലൂ പ്രിന്റ്, മെറ്റാ സർട്ടിഫിക്കേഷൻ എന്നിവയും യൂട്യൂബും വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പണം ചെലവില്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു വഴിയായിട്ട് ഇത് തോന്നുമെങ്കിലും ഇതിലൊരു വലിയ കെണിയുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു മെന്ററോ പഠന രീതിയോ ഇല്ലാത്തതിനാല് 92% ആളുകളും മാസങ്ങൾ പാഴാക്കുകയും ഒടുവിൽ അച്ചടക്കമില്ലാതെ പഠനം പാതി വഴിയിൽ നിർത്തി പോവുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വഴിയായിട്ടുള്ള കോളേജ് ബിരുദങ്ങളിലോട്ടേക്ക് നമുക്ക് വന്നാല് 3 വർഷത്തെ BBA പഠനത്തിനായിട്ട് ഏകദേശം 8 മുതൽ 15 ലക്ഷം വരെ ഫീസ് വരുന്നുണ്ട്. എന്നാൽ പഠിച്ചിറങ്ങുമ്പോൾ ലഭിക്കുന്ന തുടക്ക ശമ്പളവും വെറും 3 മുതൽ 5 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും. വളരെ മികച്ച ചില കോളേജുകളിൽ നിന്നും MBA ചെയ്യുന്നതെങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് മികച്ച നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതല്ലാത്ത സാധാരണ കോളേജുകളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫീസ് നൽകി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഫലം ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ 2 വഴികൾക്കിടയിലാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു 3-ാം വഴി കിടക്കുന്നത്. അതാണ് ഓൺലൈൻ പോർട്ടൽസ് വഴിയുള്ള സ്ട്രക്ചേർഡ് ലേണിംഗ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പഠന രീതിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറികൾക്കപ്പുറം ഇന്നത്തെ മാർക്കറ്റിംഗ് ലോകത്ത് ആവശ്യമുള്ള സ്കില്ലുകൾ ഏറ്റവും പ്രായോഗികമായിട്ട് പഠിച്ചെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് വേറൊരു പേരിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതിനുള്ളിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നമ്മൾ ഏതിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്. ഗൂഗിൾ, ഫേസ്ബുക്ക് പരസ്യങ്ങളെ വലിയ തോതിൽ നിയന്ത്രിക്കുകയും ചെലവഴിക്കുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള ലാഭം, അതായത് ROIs ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഇതിൽ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നതും ഈ മേഖലയിലാണ്. ഇതിനൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റിന്റെ വളർച്ച പൂർണ്ണമായും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഗ്രോത്ത് മാർക്കറ്റിംഗും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഇതിലേക്ക് SEO കൂടി കടന്നു വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മാറും. സെർച്ച് എഞ്ചിനുകളിൽ ഓർഗാനിക് ആയിട്ട് വെബ്സൈറ്റുകളെ മുൻപന്തിയിൽ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത്.
ഇതിന്റെ ഫലം കാണാൻ സമയമെടുക്കും. എന്നാൽ പെയ്ഡ് സെർച്ച് പരസ്യങ്ങളാണ് SEM. ഇത് കൂടാതെ പരസ്യങ്ങൾ നൽകാതെ ഉപഭോക്താക്കൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കണ്ടന്റുകൾ നൽകി അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്ന കണ്ടന്റ് മാർക്കറ്റിംഗും ഇന്ന് വളരെ സജീവമാണ്. സൊമാറ്റോയും സെറോദയും ഇതിന് മികച്ച ഒരു ഉദാഹരണങ്ങളാണ്. സോഷ്യൽ മാർക്കറ്റിംഗിലോട്ടേക്ക് വരുമ്പോൾ ഇത് വെറൊരു പോസ്റ്റ് ഇടൽ മാത്രമല്ല, ബ്രാൻഡിന്റെ മുഴുവൻ സോഷ്യൽ മീഡിയ അസറ്റുകളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനൊപ്പം ഇമെയിൽ മാർക്കറ്റിംഗ്, പരമ്പരാഗത മാർക്കറ്റിംഗ് രീതികളായിട്ടുള്ള TV, റേഡിയോ പരസ്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടെങ്കിലും അവയുടെ സാധ്യതകൾ ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൊക്കേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണയായിട്ട് വലിയ മെട്രോ നഗരങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉയർന്ന ശമ്പളം ലഭിക്കുന്നെങ്കിലും വാടകയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സമ്പാദ്യം കുറഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടില് കൊച്ചു കൊച്ചു ടൗണിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും അവിടെ നിന്നുകൊണ്ട് വിദേശ ക്ലയന്റുകൾക്കായിട്ട് റിമോട്ടായിട്ട് ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതുവഴി ഡോളറിൽ വരുമാനം നേടാനും നാട്ടിലെ കുറഞ്ഞ ജീവിത ചെലവ് കാരണം വലിയ രീതിയിൽ പണം സമ്പാദിക്കാനും നമുക്ക് സാധിക്കും. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഫുൾ ടൈം ജോലിക്കൊപ്പം ചെയ്യാവുന്ന ചില മികച്ച വരുമാന മാർഗങ്ങൾ കൂടി ഇതിലുണ്ട്. വിദേശ രാജ്യങ്ങളിലെ റെസ്റ്റോറൻറ്റ്സ്, സലൂൺസ് ഇവർക്കൊക്കെ ഇൻസ്റ്റഗ്രാം പേജുകളും മാപ്പും ഒക്കെ, അതായത് ഗൂഗിൾ മാപ്സ് ഒക്കെ മാനേജ് ചെയ്ത് നൽകുന്നത് എന്നത് അതിൽ കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ പുതിയ AI ടൂളുകൾ വഴി നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ പ്രാദേശിക ബിസിനസ്സുകൾക്കായിട്ട് ഫേസ്ബുക്ക് പരസ്യങ്ങൾ ചെയ്യാനും AI സഹായത്തോടെ ഹ്യൂമൻ ടച്ച് നൽകിയിട്ടുള്ള കണ്ടന്റുകൾ എഴുതാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ മറ്റൊരു വശം വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ആണ്. ഇത് മാത്രമല്ല, യൂട്യൂബ് ചാനൽ കൺസൾട്ടിങ്ങിന്റെ കാര്യം തന്നെ എടുക്കാം. എനിക്കറിയാവുന്ന ഒരു 25 വയസ്സുകാരൻ വിദേശ ബ്രാൻഡുകൾക്കായിട്ട് യൂട്യൂബ് സ്ട്രാറ്റജി തയ്യാറാക്കി നൽകുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത വരുമാനം അത്രയും നല്ലത് തന്നെയായിരുന്നു. ലിങ്ക്ഡ്ഇൻ വഴിയുള്ള പേഴ്സണൽ ബ്രാൻഡിംഗ് സർവീസുകളും ഇത്തരത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഇത്ര അധികം ആകർഷകമായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേറ്റ, ക്രിയേറ്റിവിറ്റി, ഡിജിറ്റൽ ഓട്ടോമേഷൻ ഇതിന്റെ ഒക്കെ തന്നെ ഒരു കംപ്ലീറ്റ് ആയുള്ള ഒരു മിക്സ്ചർ ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്ലയന്റുകളെ നേരിട്ട് കാണേണ്ടതില്ല, ഓഫീസിൽ പോകേണ്ടതില്ല, എല്ലാം ഓൺലൈനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വഴി പഠിച്ചാൽ വളരെ കുറഞ്ഞ നിക്ഷേപത്തിൽ മികച്ച കരിയറും ഉയർന്ന വരുമാനവും നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവസാനമായിട്ട്, സ്വയം പഠിച്ചവരുടെ കാര്യം എടുത്താൽ നിക്ഷേപം 0 ആണെങ്കിലും കരിയർ വളർത്തിയെടുക്കാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ റിസ്ക് കുറച്ചുകൊണ്ട് എൻട്രി ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ AI ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സ് എടുക്കുന്നതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. നിങ്ങൾക്ക് ഡേറ്റയോടും ക്രിയേറ്റിവിറ്റിയോടും സ്നേഹം ഉണ്ടെങ്കിൽ, സ്വയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു.